എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാമ അരി വെച്ചിട്ടുള്ള വെള്ളയപ്പാണ് ഇന്നത്തെ വീഡിയോയിലെ താരം. പിന്നെ അതിൻ്റെ കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയും. ചപ്പാത്തി, പുട്ട്, വെള്ളയപ്പം എല്ലാത്തിനും തന്നെ പറ്റുന്ന ഒരു ചെറുപയർ കറിയാണ്. അപ്പം, ആപ്പം, വെള്ളയപ്പം എന്നിങ്ങനെയൊക്കെ പറയൂ ഇതിന്. ഞങ്ങൾക്കിത് വെള്ളയപ്പാണ്. പാലക്കാടൊക്കെ ആപ്പം എന്നാണ് പറയുക. ചാമ അരി ഒരുവിധം എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ, ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയുന്നത്. ആ അരി ഒരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. കഴുകി എടുത്ത ശേഷം അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് 5-6 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കുക. അത് നന്നായിട്ട് കുതിർന്ന് വന്ന ശേഷം അരച്ചെടുക്കേണ്ടതാണ്. കഴുകുന്നതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇതിപ്പോൾ കുറേ പ്രാവശ്യം കഴുകിയെടുത്തതാണ്. ഇത്രയും വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു വെക്കുന്നത്. അരിയുടെ മുകളിലായിട്ട് വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അരി നന്നായിട്ട് കുതിർന്ന ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം ചോറിട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം മട്ട അരി ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചോറാണോ അത് ഇട്ട് കൊടുക്കാം. ഏത് ഗ്ലാസ്സിലാണോ ചാമ അരി എടുത്തിട്ടുണ്ടായിരുന്നത് അതേ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ സാധാരണ അപ്പത്തിന് അരയ്ക്കുന്നത് പോലെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. ഇവിടെ ഇപ്പം ഒറ്റ ട്രിപ്പിന് അരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം. അത് പിറ്റേ ദിവസത്തേക്ക് പുളിപ്പിക്കാൻ വേണ്ടി എടുത്തു വെക്കാം. ഏകദേശം ഒരു 8 മണിക്കൂറോളം പുളിപ്പിക്കാൻ വെക്കണം. ഇവിടെ കുറച്ച് തേങ്ങ വെള്ളം ഒരു ഗ്ലാസ്സിനകത്ത് പുളിപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. തേങ്ങ വെള്ളം ആദ്യം തന്നെ പുളിപ്പിച്ചതുണ്ടെങ്കിൽ മാവ് അരച്ച ഉടനെ തന്നെ അതിനകത്തേക്ക് പുളിപ്പിച്ച തേങ്ങ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങനെ യോജിപ്പിച്ച് വെക്കാം. ഇവിടെ സാധാരണ അരി ഉപയോഗിച്ചിട്ടുള്ള ആപ്പാണെങ്കിലും ഈസ്റ്റ് ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. പുളിപ്പിക്കാൻ വേണ്ടി ഇതേപോലെ തേങ്ങ വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത്. തലേ ദിവസം തന്നെ തേങ്ങ വെള്ളത്തിനകത്ത് പഞ്ചസാര ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ തേങ്ങ വെള്ളം പുളിച്ചു കിട്ടും. തണുപ്പുള്ള സമയത്താണെങ്കിൽ പുളിക്കാൻ കുറച്ച് സമയം പിടിക്കും. ഇതിപ്പോൾ ഒരു ദിവസം വൈകുന്നേരം അരച്ചു വെച്ചിട്ടുള്ള മാവാണ്. പിറ്റേ ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടായിരുന്നു. മാവ് പുളിച്ചതാ ഇതേപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുളിപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന തേങ്ങ വെള്ളവും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മാവിന്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതായത് തേങ്ങ വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ മാവ് ലൂസ് ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. ആ പുളിപ്പിച്ച തേങ്ങ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനകത്തേക്ക് ഉപ്പും വേണമെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചുട്ടെടുക്കാം. ഇരുമ്പ് കല്ലായതുകൊണ്ട് തന്നെ ഒരു എണ്ണമയം വേണം. അതുകൊണ്ട് അതൊന്നൊരു എണ്ണമയം ആക്കി കൊടുക്കാം. ചട്ടിയിൽ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം അതിനകത്തേക്ക് മാവ് കോരി ഒഴിക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് അത് ചുട്ടെടുക്കാം. ഇവിടെ ഇപ്പോൾ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല. ചുട്ടെടുക്കുന്നത് മാത്രം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. വളരെ എളുപ്പത്തിൽ ഇതിന് ഒരു ചെറുപയർ കറിയും കൂടെ ഉണ്ടാക്കാം. ചെറുപയർ കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് ഒരു വലിയ ഉള്ളി മുറിച്ചിടാം. പിന്നെ 2-3 പച്ചമുളകും. ഇവിടെ ഇപ്പോൾ കാന്താരി മുളകാണ് ഇട്ടിട്ടുള്ളത്. ഏത് മുളക് വേണമെങ്കിലും ഇടാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ 5 വിസിലായപ്പോഴാണ് ഓഫ് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും കുക്കറിൽ അതേ തന്നെ ആവണമെന്നില്ല. കുക്കറിലായതുകൊണ്ട് തന്നെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. കുക്കറിലല്ലാതെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇവിടെ ഇപ്പോൾ ചെറുപയർ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. പിന്നീട് അതിനകത്തേക്ക് ഒരു ഉണക്കമുളകും വട്ടത്തിൽ അരിഞ്ഞ 5-6 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം തീ ഓഫ് ചെയ്ത് അതിനകത്തേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ആ ചെറുപയർ വേവേണ്ട സമയമേ ഉള്ളൂ. കൂടുതലായിട്ട് വഴറ്റൊന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ ഒക്കെ കഴിക്കാവുന്നതാണ്. ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ പറ്റുന്നതാണ് ഈ ഒരു ചെറുപയർ കറി. ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.